കൃപയുടെ നീർച്ചാലുകൾ എന്ന ഈ ശുശ്രൂഷയിലേക്ക് വിശേഷാൽ എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ഇന്ന് നമ്മൾ വചനം കേൾക്കും. അത്ഭുതകരമായ ദൈവിക സ്പർശനത്തിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കും. ശേഷം നമ്മുടെ ജീവിതത്തിൽ ദൈവിക അത്ഭുതങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനും പോവുകയാണ്. സോ ഇന്നത്തെ വചന കേൾവിയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം. നമുക്കറിയാം, എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം പൗലോസ് ശ്ലീഹ തൻ്റെ മിഷണറി യാത്രയിൽ, ദൗത്യത്തിന് വേണ്ടിയുള്ള യാത്രയിൽ 2-3 മിഷണറി യാത്രകളിൽ 2 വർഷത്തിലധികം താമസിച്ച ഒരു സ്ഥലമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സ്ഥലമാണ് എഫെസോസ് എന്ന് പറയുന്ന സ്ഥലം. എന്നാൽ റോമിൽ പൗലോസ് ശ്ലീഹ ആയിരുന്നപ്പോൾ റോമിൽ വെച്ച് എഫെസോസുകാർക്ക് ലേഖനം എഴുതപ്പെട്ടു എന്ന് കരുതപ്പെടുന്നുവെങ്കിലും എഫെസോസിലുള്ള വിജാതീയരായ യഹൂദരല്ലാത്ത ജാതീയരായ ഒരുപാട് പേർ ഈശോയുടെ സ്നേഹത്തിലേക്കും കനിവിലേക്കും വരുന്നതിൻ്റെ വലിയ നന്ദിയും കൃതജ്ഞതാ പ്രകാശനവും ഈ ലേഖനത്തിലുടനീളം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത് വചനം കുറച്ച് മനസ്സിലാക്കാനും പഠിക്കുവാനും താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ മുഖവര കൂടെ ഉൾപ്പെടുത്തുന്നത്. സോ ഇന്ന് നമ്മൾ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ചിന്തയിലേക്ക് വരികയാണ്. തുടർമാനമായി ഈ ആഴ്ചകളിൽ കേൾക്കുമ്പോൾ എഫെസോസുകാർക്ക് എഴുതിയ ഈ ലേഖനത്തിൻ്റെ പൊരുള് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടവരട്ടെ. 1-ാമത്തെ അധ്യായം. 1-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 3 വാക്യങ്ങൾ ഗ്രീറ്റിംഗ്സ് ആണ്, വന്ദനമാണ്. ദൈവത്തിൻ്റെ മനസ്സലിവിനാൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് താൻ ആരാണെന്ന് പറയുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക് നിങ്ങൾ ആരാണെന്ന് പറയുന്നു. ഓക്കെ, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് യേശുക്രിസ്തുവിൽ നമുക്ക് സമാധാനവും ആശീർവാദമാണ്. ബെനഡിക്ഷനായിട്ട് പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നതിൻ്റെ അനദർ ഫോമിൽ അത് വിശദീകരിക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയത്തിലേക്ക് വരുന്നത്. സ്വർഗീയമായ എഫെസോസ് 1:3 ഞാൻ വായിക്കുന്നത്. സ്വർഗീയമായ എല്ലാ ആത്മീക വരങ്ങളാലും യേശുക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നവനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ആ വാക്യത്തിൻ്റെ ആഴം തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും യേശുക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ആ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ വലിയൊരു പ്രചോദനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരികയാണ്. അത് വേറൊന്നുമല്ല, സ്വർഗത്തിലെ, നോക്കിയ എഫെസോസ് 1:3 ഞാൻ വായിക്കുന്നത്. സ്വർഗത്തിലെ എല്ലാ ആത്മീയ വരങ്ങളാലും യേശുക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും. യേശുക്രിസ്തു വഴിയായിട്ട് സ്വർഗത്തിലെ എല്ലാ ആത്മീക വരങ്ങളും നമ്മിലേക്ക് വന്നിരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഒരുപക്ഷെ ഇന്ന് ഈ വചന കേൾവിയാൽ എന്ത് കിട്ടും എന്ന ചിന്തയിലായിരിക്കും ഞാനടങ്ങുന്ന സമൂഹം ഈ വചന കേൾവിക്ക് വേണ്ടി ഒരുങ്ങുന്നതെങ്കിൽ എഫെസോസ് 1:3 നമ്മളോട് പറയുകയാണ്, എന്ത് കിട്ടും എന്നുള്ളത് കേൾക്കാനല്ല ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എന്ത് കിട്ടി എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് കിട്ടിയത്? അതാണ് എഫെസോസ് 1:3. സ്വർഗത്തിലെ, നോക്കിയേ ആ വാക്യം ശ്രദ്ധിക്കുക, സ്വർഗീയമായ എല്ലാ ആത്മീക വരങ്ങളാലും യേശുക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം, ഹല്ലേലൂയ, യേശുവിൻ്റെയും പിതാവായ ദൈവം നമുക്ക് ആ യേശുക്രിസ്തുവിലൂടെ എന്ത് തന്നിരിക്കുകയാണ്? സ്വർഗത്തിലെ സ്വർഗീയമായ എല്ലാ ആത്മീക വരങ്ങളാലും, ഹല്ലേലൂയ, സ്വർഗീയമായ എല്ലാ ആത്മീക വരങ്ങളാലും നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്നു എന്നാണോ വചനം പറയുന്നത്? അല്ല, ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും. അപ്പൊ പിതാവായ ദൈവം യേശുക്രിസ്തു വഴിയായിട്ട് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. എങ്ങനെ? സ്വർഗീയമായ എല്ലാ ആത്മീക അനുഗ്രഹങ്ങളാലും. അതാണ് എഫെസോസ് 1:3. സ്വർഗീയമായ എല്ലാ ആത്മീക വരങ്ങളാലും യേശുക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ കണ്ണ് തുറന്ന് നമുക്കൊന്ന് കാണാനിടയാകട്ടെ. ഈശോയിൽ പിതാവായ ദൈവം ഈശോയിലൂടെ ഒരു വലിയ വരപ്രസാദം നമ്മിലേക്ക് അയച്ചിരിക്കുന്നു. ആ വരപ്രസാദത്തിനകത്ത്
സ്വർഗീയമായ എല്ലാ വരങ്ങളുമുണ്ട്. ഹല്ലേലൂയ. സ്വർഗീയമായ എല്ലാ വരങ്ങളുമുണ്ട്. നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, സ്വർഗീയമായ വരങ്ങളാൽ ഈശോയിലൂടെ പിതാവ് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ സമൃദ്ധി ഉണ്ടാകും. അപ്പം അറിയുക, പറയുക, അതിൻ്റെ സമൃദ്ധി പ്രാപിക്കുക. ഇപ്പൊ അറിയുകയാണ് ആദ്യം ചെയ്യേണ്ടത്. എന്താ അറിയേണ്ടത്? സ്വർഗീയമായ എല്ലാ ആത്മീക വരങ്ങളാലും യേശുക്രിസ്തുവിൽ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്താ തന്നിരിക്കുന്നത്? സ്വർഗീയമായ എല്ലാ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും. എങ്ങനെയാ തന്നിരിക്കുന്നത്? യേശുക്രിസ്തു വഴിയായിട്ട്. ആരാ തന്നെ? പിതാവായ ദൈവമാണ് തന്നത്. ഹല്ലേലൂയ. അപ്പൊ ഒന്ന് ആവർത്തിച്ച് നമുക്കൊന്ന് വിശ്വസിക്കാം. എൻ്റെ ഉള്ളത്തിലേക്ക് സ്വർഗീയമായ എല്ലാ വരങ്ങളെയും യേശുക്രിസ്തു വഴിയായി തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യം കൂടെ ശ്രദ്ധിക്കാം. യേശുക്രിസ്തു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ, തൻ്റെ മുമ്പാകെ. ഇനി തന്നതിൻ്റെ ഉദ്ദേശം പറയുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞു, എന്തൊക്കെയാണ് പറഞ്ഞത്? ശ്രദ്ധിച്ച് കേട്ടെ. എഫെസോസ് 1:3 ഞാൻ ആവർത്തിച്ച് പറയാം. ഈ ദിവസങ്ങളിൽ നമ്മൾ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം പഠിക്കുന്നതിലൂടെ വലിയൊരു ദൈവിക ജ്ഞാനം നമ്മുടെ വീടുകളിലേക്ക് പ്രവേശിക്കും. അതിനുവേണ്ടി ബുധനാഴ്ചകളിൽ 7:30 മുതലുള്ള ഈ ശുശ്രൂഷകൾ നിങ്ങൾ മുടക്കരുത്. ഷാലോം TV-യിൽ ഒരു ദിവസം പോലും. ഇന്ന് നമ്മൾ ആദ്യ പാഠം ഗ്രഹിക്കുകയാണ്. അതാണ് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്. എല്ലാ ആത്മീക വരങ്ങളും നമുക്ക് ഈശോയിലൂടെ തന്നിരിക്കുന്നു. എവിടുത്തെ? സ്വർഗത്തിലെ. എങ്ങനെ? പിതാവിലൂടെ. പിതാവ് ആരിലൂടെ? പുത്രനിലൂടെ. ഇനി തന്നതിൻ്റെ ഉദ്ദേശമാണ് കേൾക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ കേൾക്കുന്നത്. 4-ാമത്തെ വാക്യം. തൻ്റെ മുമ്പാകെ, പിതാവായ ദൈവത്തിന് മുമ്പാകെ, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അവിടുന്ന് നമ്മെ യേശുക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. അപ്പൊ യേശുക്രിസ്തു വഴിയായിട്ട് സ്വർഗീയ അനുഗ്രഹങ്ങളുടെ കലവറ നമുക്ക് തുറന്നു തരാൻ കാരണം യേശുക്രിസ്തു വഴിയായി ലോകസ്ഥാപനത്തിന് മുമ്പേ. ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ, ലോകസ്ഥാപനത്തിന് മുമ്പേ, ഈവൻ ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുമ്പേ നമ്മെ ഈശോയിൽ, യേശുക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ വെറുതെ ഒരു സുപ്രഭാതത്തിൽ സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് നിങ്ങൾക്കും തരാം അല്ലെങ്കിൽ തന്നു എന്നല്ല പറയുന്നത്. ഈശോയുടെ, പിതാവായ ദൈവത്തിന്റെ മഹാവാത്സല്യത്തിൽ അവിടുന്ന് എന്ത് ചെയ്തു? അതാ തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അവിടുന്ന് നമ്മെ യേശുക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. നാം ഈ ക്രൈസ്തവ വിളിയോട് പ്രതികരിക്കും മുമ്പേ, ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ അറിയും മുമ്പേ, ഞാൻ കുംഭസാരം എന്ന കൂദാശയിലൂടെ കടന്നു പോകുന്നതിന് മുമ്പേ, മാമോദീസയെ ഞാൻ ഉൾക്കൊള്ളുന്നതിനും സ്വീകരിക്കുന്നതിനും മുന്നമേ, ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുമ്പാകെ, ഒന്നാം മനുഷ്യനായ ആദത്തെ പോലും സൃഷ്ടിക്കുന്നതിന് മുന്നമേ ഈശോയിൽ എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. നമ്മൾ ദൈവത്തിന് എത്ര വിലപ്പെട്ടവരാണ്, നമ്മൾ ദൈവത്തിന് എത്ര മാന്യരാണ്, എത്ര വിലയേറിയവരാണ്. അതാണ് ഇവിടെ വായിക്കുന്നത്. തൻ്റെ മുമ്പാകെ വിശുദ്ധരും നിഷ്കളങ്കരും, കണ്ടോ, സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ യേശുക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. പരിശുദ്ധരാകാൻ, നിഷ്കളങ്കരാകാൻ യേശുക്രിസ്തുവിൽ നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അപ്പോൾ എഫെസോസ് 1:3 നമ്മൾ കണ്ടു, സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തന്നിരിക്കുന്നു എന്നല്ലേ. അപ്പം നമ്മൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് തന്നിരിക്കുന്നത്, അതൊന്നും വാങ്ങാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുകയാണ്, എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തരാൻ നാം യോഗ്യരല്ലായിരുന്നു, പക്ഷേ നമ്മെ യോഗ്യരാക്കി അവിടുന്ന് നമ്മെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. കരമുയർത്തി പറയാം ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാം ഹല്ലേലൂയ. ഉച്ചസ്വരത്തിൽ പറയാം ഹല്ലേലൂയ.
എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് ആ ദൈവസ്നേഹത്തിൻ്റെ ആഴമെന്ന് പറയുന്നത്. ഇന്ന് എഫെസോസ് 1 കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവസ്നേഹം അങ്ങ് തഴച്ചു കയറട്ടെ. ഹല്ലേലൂയ. അതാണ് ഇവിടെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ വിശുദ്ധരാവുക, നിഷ്കളങ്കരാവുക എന്നുള്ളത് ഇന്ന് എൻ്റെ കണ്ടെത്തലല്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന് എൻ്റെ ശ്രമത്താൽ ആകാൻ ശ്രമിക്കുന്ന ശ്രമമല്ല, മറിച്ച് എന്നെ അങ്ങനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കങ്ങനെ ആകാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ആ പദം പറയാം. എന്നെ അങ്ങനെയാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ആവുക എന്ന് പറയുന്നത് എളുപ്പമാണ്. കാരണം എന്നെ തെരഞ്ഞെടുത്തത് അങ്ങനെയാണ്. പാപത്തിന് മുന്നമേ, പാപം പോലും പ്രവേശിക്കുന്നത് ആദ്യ മനുഷ്യനായ ആദം പാപം ചെയ്യുന്നതിലൂടെയാണ്. എന്നാൽ ആദ്യ മനുഷ്യനായ ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ, നിങ്ങളുടെ കാഴ്ചപ്പാട് ആ ഒരു തലത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ഉയർത്താം. ഹല്ലേലൂയ. അപ്പൊ ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ ഉള്ള എൻ്റെ യഥാർത്ഥ പ്രതിച്ഛായയാണ് യേശുക്രിസ്തു വന്നപ്പോൾ ഈശോയിലൂടെ നമ്മെ പിതാവായ ദൈവം അറിയിച്ചത്, അല്ലെങ്കിൽ നാം അറിഞ്ഞത്. ഹല്ലേലൂയ. ഈശോ വരുന്നതിന് മുമ്പ് ആദം പാപം ചെയ്ത ശേഷമുള്ള മനുഷ്യന്റെ അവസ്ഥയായിരുന്നു നമുക്കറിയാവുന്നതെങ്കിൽ, ഈശോയുടെ വരവോടെ, ഈശോയുടെ ആഗമനത്തോടെ വാസ്തവത്തിൽ പാപം ചെയ്യുന്നതിന് മുമ്പുള്ള മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ചുള്ള വിവരണവും ആ അവസ്ഥയിലേക്ക് വീണ്ടും മനുഷ്യന് പ്രവേശിക്കാൻ കഴിയുമെന്ന സദ്വർത്തമാനവുമാണ് ഈശോ നമ്മെ അറിയിച്ചത്. കരമുയർത്തി പറയാം ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം നമുക്ക് തുറന്നു തരുന്നത്. അപ്പൊ എഫെസോസ് 1:3 നമ്മോട് പറഞ്ഞു, സ്വർഗീയമായ എല്ലാ ആശീർവാദങ്ങളാലും അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ നമുക്കത് വലിയൊരു സന്തോഷം തോന്നി. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്നുള്ളത്. ആ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ തൊട്ട് താഴെ എൻ്റെ ദൗത്യം പറയുകയാണ്, എൻ്റെ തെരഞ്ഞെടുപ്പ് പറയുകയാണ്. എന്താണത്? 4-ാമത്തെ വചനം, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മെ അവിടുന്ന് യേശുക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. അപ്പൊ നമ്മുടെ യഥാർത്ഥ ഐഡന്റിറ്റി വിശുദ്ധരും നിഷ്കളങ്കരും എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തിൽ ഉള്ളത് വിശുദ്ധരും നിഷ്കളങ്കരും എന്നുള്ളതാണ്. ഇപ്പൊ കാണുന്ന ഈ പ്രകൃതി ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം സൃഷ്ടിച്ച, അല്ലെങ്കിൽ ദൈവം രൂപപ്പെടുത്തിയ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിലൂടെ കണ്ട ആ രൂപം അല്ല ഇപ്പൊ കാണുന്ന ഈ പ്രകൃതി എന്ന് പറയുന്നത്. ഇപ്പൊ കാണുന്ന ഈ പ്രകൃതി ആദത്തിന്റെ പാപത്തിന്റെ പ്രകൃതി ആയിരുന്നെങ്കിൽ നമ്മുടെ യഥാർത്ഥ രൂപം, യഥാർത്ഥ ഭാവം, യഥാർത്ഥ വശം, നമ്മൾ ആരായിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ അതിലേക്ക് തന്നെ പോകണം. നിങ്ങളതാണ്, നിങ്ങൾ അതിലേക്ക് തന്നെ പോകണം. നിങ്ങൾ എന്താണ്? ഈശോയിൽ. ഹല്ലേലൂയ. ലോക സ്ഥാപനത്തിന് മുമ്പാകെ, തൻ്റെ മുമ്പാകെ, പിതാവായ ദൈവത്തിന് മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ യേശുക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഈ തെരഞ്ഞെടുപ്പ് ഉള്ളതുകൊണ്ടാണ് ഈശോ വഴിയായി സ്വർഗീയമായ സകല അനുഗ്രഹങ്ങളും നമ്മിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, എനിക്കത് കാണാൻ കഴിയുന്നില്ല, എനിക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ വചനം കേൾക്കേണ്ടത് ആവശ്യമായി വരുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ, ചാരം മാറിയിട്ട് ആ കനല്, അകത്തുള്ള ചാരം മൂടിക്കിടക്കുന്ന കനൽ എങ്ങനെയോ അതുപോലെ കിടക്കുകയാണ്. പാപപ്രകൃതി, ലോകമയം, ശാപം എല്ലാം നമ്മുടെ മേളിൽ കിടന്നിട്ട് നമ്മുടെ യഥാർത്ഥ രൂപം മറച്ചു വെച്ചിരിക്കുമ്പോൾ ഈ വചന കേൾവി ഊതി ഹല്ലേലൂയ, ചാരമായി മേളിക്കിടക്കുന്ന സകലത്തെയും ഊതി മാറ്റിയിട്ട് അതിനുള്ളിലൂടെ യഥാർത്ഥ കനല്, ആ കനലാണ് നമ്മള്. ആ കനലിൽ നമ്മോട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, നമ്മൾ എന്താണ്? ലോകസ്ഥാപനത്തിന് മുന്നമേ, പ്രപഞ്ചോൽപത്തിക്ക് മുന്നമേ, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ എന്നെ സ്നേഹത്തിൽ എന്താക്കിയിരിക്കുകയാണ്? വിശുദ്ധരും. അതവിടെ വായിക്കുന്ന എഫെസോസ് 1:4, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഈ വാക്യങ്ങളെല്ലാം നോക്കി അവസാനിക്കുന്നത് കഴിഞ്ഞുപോയ ക്രിയ എന്ന വിശേഷണത്തിലാണ്. ഹല്ലേലൂയ. ഇത് പ്രസന്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ അല്ല അവസാനിക്കുന്നത്.
ഭാവി കാലത്തിലോ വർത്തമാനകാലത്തിലോ അല്ല ഇത് അവസാനിക്കുന്നത്. ഈ വാക്യങ്ങളെല്ലാം ഭൂതകാലത്തിലാണ് അവസാനിക്കുന്നത്, കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലാണ് അവസാനിക്കുന്നത്. എന്താ എഫെസോസ് 1:3 ശ്രദ്ധിക്കൂ. സ്വർഗീയമായ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ചവനും അനുഗ്രഹിച്ചിരിക്കുന്നു. അത് അനുഗ്രഹിക്കും എന്നുള്ള വാഗ്ദാനമല്ല, ഇപ്പൊ അനുഗ്രഹിക്കാം എന്നുള്ള പ്രോമിസും അല്ല, അനുഗ്രഹിച്ചിരിക്കുന്നവനും. അപ്പൊ അത് കഴിഞ്ഞതാണ്, ഭൂതകാലത്തിൽ സംഭവിച്ചതാണ്. ഇവിടെ രണ്ടാമത് നമ്മൾ കാണുകയാണ് 4-ാമത്തെ വചനം, തൻ്റെ മുമ്പാകെ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോക സ്ഥാപനത്തിന് മുന്നമേ അവിടുന്ന് നമ്മെ യേശുക്രിസ്തുവിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു. തെരഞ്ഞെടുക്കും എന്നല്ല, തെരഞ്ഞെടുത്തോണ്ടിരിക്കുകയാണെന്നല്ല, തെരഞ്ഞെടുത്തിരിക്കുന്നു. അതും ഭൂതകാലത്തിൽ സംഭവിച്ചതാണ്. വർത്തമാനകാല യാഥാർത്ഥ്യമോ ഭാവികാല വാഗ്ദാനമോ അല്ലാതെ പിന്നെയോ ഭൂതകാല യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. എന്താണ് ഭൂതകാല യാഥാർത്ഥ്യം? എന്നെ അവിടുത്തെ മുമ്പാകെ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. രണ്ടാമത്, എന്നെ അവിടുത്തെ മുമ്പാകെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി ഇതിലേക്കാണ് നമ്മുടെ കണ്ണ് നടേണ്ടിയതും നമ്മൾ ജീവിക്കേണ്ടതും. അപ്പൊ ഓൾറെഡി എനിക്കൊന്ന് തന്നു, എന്നിട്ട് എന്നോട് പറയുകയാണ്, ഇതാണ് നീ, ഇതിൽ ജീവിക്കുക, ഇതിലെത്തുക. അപ്പൊ അതാണ് ആ മിഷൻ എന്ന് പറയുന്നത്, അതാണ് ആ ദൗത്യം എന്ന് പറയുന്നത്. എങ്ങാനും വെട്ടിപ്പിടിക്കാൻ കഴിയുമോ, എത്തിപ്പിടിക്കാൻ കഴിയുമോ എന്ന വ്യഗ്രതയിലുള്ള ഒരു യാത്ര എന്നുള്ളതിലുപരി എന്നെ ഇങ്ങനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ഞാനിങ്ങനെ ജീവിക്കേണ്ടിയിരിക്കുന്നു എന്ന പ്രാധാന്യമാണ് ഇവിടെ വചനം നമുക്ക് തരുന്ന പ്രചോദനം, അല്ലെങ്കിൽ പ്രകാശനം, അല്ലെങ്കിൽ പ്രബോധനം. അതാ വാക്യം ശ്രദ്ധിക്കൂ. എന്നെ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ. അപ്പം അവിടെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ്. അവിടെ തന്നെ എന്നോട് പറയുകയാണ്, തെരഞ്ഞെടുത്തു നിന്നെ. എന്തിനാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്? വിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കാൻ. ആയിരിക്കുക എന്ന് പറയുന്നതാണ് അവിടുത്തെ. വിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കാൻ ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ അവിടുന്ന് തെരഞ്ഞെടുത്തു. അപ്പൊ വിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കാൻ വേണ്ടി എന്നെ എന്ത് ചെയ്യുക? തെരഞ്ഞെടുക്കുക. അപ്പൊ ആ തെരഞ്ഞെടുപ്പിനകത്തുള്ളതാണ് വിശുദ്ധരും നിഷ്കളങ്കരും എന്നുള്ളത്. അതിലേക്കാണ് ഇനി ആ യാത്ര, അതിലേക്ക് ആ കൂദാശകൾ നമ്മെ സഹായിക്കുന്നത്, അതിലേക്കാണ് വചനകേൾവി നമ്മെ സഹായിക്കുന്നത്, അതിലേക്കാണ് കൂട്ടായ്മകൾ നമ്മെ സഹായിക്കുന്നത്. ആത്യന്തികമായി ഈ വചനം സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടിയത് ദൈവത്തിന് നമ്മോടുള്ള മഹാസ്നേഹത്തിൻ്റെ ആഴമാണ്. സഹോദരങ്ങളെ, നാം ദൈവത്തെ അറിയാതിരിക്കുമ്പോഴും ദൈവത്തെ നാം അറിഞ്ഞു വിളിക്കാതിരിക്കുമ്പോഴും ഈ ദൈവം നമ്മെ സ്നേഹിച്ചിരുന്നു, നമ്മെ അറിഞ്ഞിരുന്നു. നാം വിശ്വസിക്കും മുമ്പേ തന്നെ അവിടുന്ന് നമ്മെ പേര് ചൊല്ലി വിളിച്ചിരുന്നു, അവിടുന്ന് നമ്മെ തൻ്റെ പദ്ധതിയിൽ ആക്കി വെച്ചിരുന്നു. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. തൻ്റെ മുമ്പാകെ വിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കാൻ. കണ്ടോ, ആയിരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ മിഷൻ. ആയിരിക്കാൻ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ യേശുക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. അപ്പൊ ആ തെരഞ്ഞെടുപ്പ്, യേശുക്രിസ്തുവിലൂടെ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുത്തവർക്ക് എന്ത് ചെയ്തു? യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണം എന്നതാണ്. എന്താണ് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. ഹല്ലേലൂയ. അപ്പം ആ 3-ാമത്തെ പദം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഈ 2 പദം, എന്നെ ഈശോയിൽ അനുഗ്രഹിച്ചിരിക്കുന്നു, 2 എന്നെ ഈശോയിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു. അടുത്ത ബുധനാഴ്ച വൈകുന്നേരം 7:30 നമ്മൾ കേൾക്കാൻ പോവുകയാണ്, എന്നെ ഈശോയിൽ ദത്തെടുത്തിരിക്കുന്നു. അപ്പൊ ഈ 2 പദം നമ്മളിപ്പോൾ ഒന്ന് ആഴമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് പതിപ്പിക്കുക. ഇതിനകത്തുള്ള ഉത്തരവാദിത്വം നമുക്ക് സ്വീകരിക്കാം, ഇതിനകത്തുള്ള സ്വാതന്ത്ര്യം നമുക്ക് സ്വീകരിക്കാം, ഇതിനകത്തുള്ള അത്ഭുത വിടുതൽ നമുക്ക് ഏറ്റെടുക്കാം. എന്താണ് ഇതിനകത്തുള്ള സ്വാതന്ത്ര്യം? അപ്പം നമുക്ക് ഒരു കാര്യം ഇന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നു. 3 കാര്യമാണ്. സ്വാതന്ത്ര്യം എന്താണ്? ഉത്തരവാദിത്വം എന്താണ്? ഇതിനകത്തൂടെ എനിക്ക് ഇന്ന് കിട്ടുന്ന വിടുതൽ എന്താണ്? ആദ്യത്തെ കേൾക്കുകയാണ്, എന്താണ് ഇതിനകത്തൂടെ ലഭിക്കുന്ന സ്വാതന്ത്ര്യം? ഇവിടെ ഞാൻ അറിയുകയാണ്, ഞാൻ ഇന്നലത്തെ മഴയത്ത് കിളിർത്ത ഒരു തകരയല്ല. ഇന്നലെ ആരംഭിച്ച് നാളെ തീരുന്ന ഒരു വ്യക്തിത്വമല്ല. ദൈവത്തിൽ ഞാൻ വളരെ വിലയേറിയവനാണ്. കർത്താവിന് ഞാൻ വളരെ വിലയേറിയവനാണ്. കർത്താവിന് വിലയേറിയവൻ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, എങ്ങനെയാണത് പറയുന്നത്? ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, സ്വർഗീയമായ എല്ലാ ആശീർവാദങ്ങളാലും യേശുക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവൻ. അതാണ് അനുഗ്രഹിച്ചിരിക്കുന്നു, അതാണ് ആ സത്യം. 2-ാമത് സത്യം പറയുകയാണ്, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ യേശുക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. അപ്പൊ അനുഗ്രഹിച്ചിരിക്കുന്നു. ആ അനുഗ്രഹത്തിനകത്തുള്ള ഉത്തരവാദിത്തമാണ്
ദൈവം ഒരു ദൗത്യം നമ്മിലൂടെ ചെയ്യുകയാണ്. ആ ചെയ്യുന്ന ദൗത്യമാണ് വിശുദ്ധരാക്കുക, നിഷ്കളങ്കരാക്കുക എന്നുള്ളത്. അത് പരിശുദ്ധാത്മാവ് നമ്മിലൂടെ ചെയ്യുകയാണ്. വിശുദ്ധരും നിഷ്കളങ്കരുമാക്കാൻ ലോക സ്ഥാപനത്തിന് മുമ്പേ അവിടുന്ന് നമ്മെ യേശുക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് ഇതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തേത് നമുക്ക് വലിയ സ്വാതന്ത്ര്യമാണ്, രണ്ടാമത്തെ ഒരു ഉത്തരവാദിത്വമാണ്, മൂന്നാമത്തേത് ഒരു അത്ഭുത വിടുതലാണ്. ഇങ്ങനെ ദൈവിക പദ്ധതിയിൽ നിൽക്കുന്ന വ്യക്തിത്വമേ, നിങ്ങളെ തകർക്കാൻ, നിങ്ങളെ തളർത്താൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. കാരണം നിങ്ങൾ ദൈവത്തിന്റെ പദ്ധതിയിൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരാണ്. എപ്പോൾ? ലോക സ്ഥാപനത്തിന് മുന്നമേ. അപ്പോ ചിന്തിച്ചു നോക്ക്, ലോകമുണ്ടാകുന്നതിന് മുമ്പേ ദൈവത്തിന്റെ പദ്ധതിയിൽ നിങ്ങളുണ്ടെങ്കിൽ ഈ ലോക സൃഷ്ടിയിലുള്ള എന്തിനെങ്കിലും നിങ്ങളെ ആ പദ്ധതിയിൽ നിന്ന് മാറ്റാനോ തളർത്താനോ തകർക്കാനോ കഴിയുകയോ? ലോക സൃഷ്ടിയിലുള്ളതിനെ ഒന്ന് ഉൾപ്പെടുത്തുമ്പോൾ ഈ ലോക സൃഷ്ടിയിൽ വരുന്നവയായി എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ദോഷം വരുത്താൻ കഴിയുമോ? കാരണം അതിനു മുമ്പേ നിങ്ങളുള്ളവരാണ്. ഹല്ലേലൂയ. ലോകം ശപിക്കപ്പെടുന്നതിന് മുമ്പേ നിങ്ങളുള്ളവരാണ്. രോഗം ആരംഭിക്കുന്നതിന് മുമ്പേ നിങ്ങളുള്ളവരാണ്. കടഭാരവും നിരാശയും മുള്ളും പറക്കാരയും ഇവിടെ ജനിക്കുന്നതിന് മുമ്പേ നിങ്ങളുള്ളവരാണ്. യുവർ ഐഡന്റിറ്റി ഈസ് ബാക്ക്, is originated actually from the garden, even before the foundation of the world. ഉലക സ്ഥാപനത്തിന് മുന്നമേ. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതൊന്നറിഞ്ഞ് ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയിൽ എത്രയും വിലപ്പെട്ടവനാണെന്ന് അറിഞ്ഞ് ഞാനൊന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റാൽ തീരാവുന്നതേ ഉള്ളൂ. ഇന്ന് മുമ്പിൽ നിൽക്കുന്ന പർവ്വതീകരിക്കപ്പെട്ടിരിക്കുന്ന പർവ്വത സമാനമായ സകല വിഷയങ്ങളും. അത് വീടിനകത്തെ വിഷയമാണോ? ഇന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പം വീട്ടിലെ മുറികളിലേക്ക് ഈ വചനത്തിൻ്റെ ശക്തി പ്രവേശിച്ചിട്ട് ഞാൻ ഇത്രയും വിലപ്പെട്ടവനാണെന്നുള്ള അറിവ് കിട്ടുന്ന ഉടനെ അവിടെ സകല ശാപങ്ങളും പൊട്ടിത്തീരുകയാണ്, അവിടെ ഇല്ലാതായി മാറുകയാണ്. ഇപ്പൊ നമ്മളൊരു സാക്ഷ്യം കേൾക്കുവാനായി പോവുകയാണ്. ഈ സാക്ഷ്യം കേട്ടാനന്തരം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. ആ വ്യക്തിയുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ, ഇന്ന് കേൾക്കുന്ന ആ സാക്ഷ്യം കേൾക്കുമ്പോൾ എൻ്റെ സാക്ഷ്യമാണ് അടുത്തത് എന്ന ഉറപ്പോടെ നമുക്ക് ഒരുമിച്ച് കൃപയുടെ നീർച്ചാലുകൾ എന്ന ഷാലോം ടിവിയിലൂടെ ലഭിക്കുന്ന ഈ ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പെട്ടെന്ന് സാക്ഷ്യം കേട്ടിട്ട് തിരികെ വരിക. മോനെ നോക്ക്, നീ ആരായാലും, നീ ഏതായാലും, നീ എന്തായാലും ഈ ഒരു മിനിറ്റിൽ ഞാൻ ഈ പറയുന്ന യേശുവിന്റെ കരം നിന്നെ വന്ന് തൊടും. നിന്റെ ശരീരത്തിൽ നിന്ന് ഇന്ന് വരെ നിന്നെ അലട്ടിയ മുഴുവൻ രോഗങ്ങളും ഈ ഒരു മിനിറ്റിൽ പടിയിറങ്ങും. നിന്റെ നിറകണ്ണുകൾ നിന്റെ മേൽ നടക്കുന്ന സ്പർശനത്തിന്റെ തെളിവാണ്. മനുഷ്യ പിടിച്ചോണം, വലിയ പവർ ഇറങ്ങാൻ പോവാ. ശരി, നോക്കണം 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 നോക്കണം. നിൽക്കാനാവാത്തൊരു ശക്തി. ഓ, പവർ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അവിടെ ഇരുന്നോ, ഞാൻ വിളിക്കാം. യേശുവിന്റെ നാമത്തിൽ അടക്കാനാവാത്തൊരു ശക്തി. അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ, ഞാൻ വിളിക്കാം. അടക്കാനാവാത്തൊരു ശക്തി. മനുഷ്യ കൈ ഓടിച്ച് പ്രാർത്ഥിച്ചു. മോനെ കൈ ഓടിച്ച് പ്രാർത്ഥിച്ചു, കൈ ഓടിച്ച് പ്രാർത്ഥിച്ചു, കൈ ഓടിച്ച് പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമം, വിജയത്തിന്റെ ശക്തി. ഓ, ഭയങ്കര പവർ ഓഫ് ഹീലിംഗ് ഈ മകന്റെ മേൽ നടക്കും. ഇയാളുടെ കൂടെ ആരാ വന്നിട്ടുള്ളേ? ആരാ? എന്നാ വൈഫിന്റെ പേര്? അശ്വതി. ഓ, ഇയാളെ കർത്താവ് സൗഖ്യമാകും. ഇയാളുടെ പേരെന്നാ? എഡ്വിൻ. സൗഖ്യമാകും. എഡ്വിൻ എന്നാണോ പേര്? നമുക്ക് തന്നെ അറിയാം അല്ലേ? സൗഖ്യമായി നടുവേദന കാലിലേക്ക് ഇറങ്ങി 5-6 വർഷമായിട്ട്, 1 മാസമായിട്ട് ഇരിക്കാൻ പറ്റുണ്ടായിരുന്നില്ല. ഇപ്പൊ സൗഖ്യമായി. എന്നാ വേണം ചെയ്യടാ. എണീക്കടാ കൂട്ട, ഇരിയടാ കൂട്ട, എണീക്കടാ കൂട്ട. ആരാ കൂടെ വന്നാണോ? അമ്മയാണ്. ആരാ? അപ്പൻ. എഡ്വിൻ. എന്റെ എഡ്വിനെ, നീ അവിടെ നിന്നപ്പോ നിന്നെ അങ്ങോട്ട് വിളിക്കാനായിട്ട് കർത്താവിന്റെ ഭയങ്കര പ്രേരണ കർത്താവ് തന്നു.
അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ച്. ഇത് നിനക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ച സമയമാണ്. വിധി കർത്താവ് മാറ്റി എഴുതുന്നു. ഒരു ലംഘനങ്ങളെ മോചിപ്പിക്കുന്ന ഒരു വിധി പുറപ്പെടുന്നു. ആ വിധി പറയുന്നു, നീ സുഖമാവുക. കൂട്ടാ, ഇത് ഹോസ്പിറ്റലിൽ കാണിച്ചില്ലേ? കാണിച്ചു. എവിടെയാ ചികിത്സ? 4-5 സ്ഥലത്ത് കാണിച്ചു. ഡിസ്കിൻ്റെ പ്രശ്നം എന്നാണ്. L4-ലും L5-ലും ഡിസ്കിന് ബൾജ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നും കാണാനിരിക്കുകയാണ്. MRI എടുത്തു. ഇനി കാണേണ്ടി വരില്ല. യേശു സൗഖ്യമാക്കി. യേശു എന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കണ്ടില്ലേ, കർത്താവ് ഇന്നും ജീവിക്കുന്നു. അവിടുത്തേക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് ഒരു പരിധിയുമില്ല, ഒരു പരിമിതികളുമില്ല. കാരണം അവിടുന്ന് പരിമിതികളില്ലാത്ത ദൈവമാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങളുടെ വീടുകളിൽ, നമ്മുടെ വീടുകളിലേക്ക് ഈ അത്ഭുതം ഇറങ്ങി വരണം. അതിനുവേണ്ടിയാണ് കൃപയുടെ നീർച്ചാലുകൾ എന്ന ഈ ശുശ്രൂഷ ഷാലോം TV ഇനിഷ്യേറ്റീവ് എടുത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവശക്തനായ ദൈവമേ, ഈ സമയത്ത് ലോകമെമ്പാടും പ്രത്യേകിച്ച് ഷാലോം TVയിലൂടെ ഈ ശുശ്രൂഷ കാണുന്ന മക്കളെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ഇന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, ദൈവീക പദ്ധതിയിൽ, പിതാവിൻ്റെ സ്നേഹത്തിൽ, അവിടുത്തെ പുത്രനായ ഈശോയിലൂടെ വലിയ വരദാനങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇതുവരെ ഞങ്ങൾ കിട്ടാത്തതിനെക്കുറിച്ചുള്ള കംപ്ലൈൻറ്റുകൾ ദൈവസന്നിധിയിൽ കുറ്റം പറയുന്നവരായി മാറിയെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ അറിയുന്നു, അവിടുത്തെ ഈ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഞങ്ങൾ വിലയേറിയവരും മാന്യരുമായിരുന്നുവെന്ന്, അവിടുന്ന് ഞങ്ങൾ എത്ര സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങളിപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നാഥ, ഇപ്പോൾ ആ സ്നേഹത്തിൻ്റെ നിറവ് ഓരോ വീടുകളിലേക്ക് ഇറങ്ങേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികൾ രോഗമുള്ള സ്ഥലത്ത് കൈവച്ചു പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ കർത്താവേ, ഈ സമയത്ത് അവിടുത്തെ കൃപാ കടാശം, കൃപയുടെ നീർച്ചാലുകൾ ഒഴുകട്ടെ ഓരോ വീടുകളിലേക്കും. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ സമയത്ത് അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ സ്വീകരിക്കുന്നു. കാനായിലെ കല്യാണ നാളിൽ വീട്ടിലിറങ്ങിച്ചെന്ന് അവിടുത്തെ വിഷയം പുത്രനെ അറിയിച്ചതുപോലെ ഇന്ന് ഓരോ ഭവനത്തിലെയും വിഷയത്തെ അവിടുത്തെ പുത്രന് മുമ്പാകെ അറിയിക്കണമേ, മാധ്യസ്ഥം ചെയ്യണമേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഓരോ മക്കളെയും ചേർത്ത് വെക്കണമേ. സ്വർഗീയ മാലാഖമാരെ ഭവനങ്ങളിൽ സംരക്ഷണത്തിൻ്റെ വലയം തീർക്കണമേ. സകല വിശുദ്ധരുമേ, ഞങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് ദൈവത്തോട് അപേക്ഷിക്കണമേ. ലോകമെമ്പാടും അവിടുത്തെ ശരീരമാകുന്ന സഭയിൽ ഇന്ന് അർപ്പിക്കപ്പെട്ട സകല ദിവ്യബലികളുടെയും ഐശ്വര്യം വിശ്വാസത്താൽ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾക്ക് തന്ന ബഹുമാന്യരായ വൈദികരുടെ വൈദിക അധികാരത്തോട് ചേർന്ന്, സന്യസ്തരുടെ സമർപ്പണ അധികാരത്തോട് ചേർന്ന്, മേൽപ്പട്ടക്കാരുടെ ആത്മീയ അധികാരത്തോട് ചേർന്ന്, ഫ്രാൻസിസ് പാപ്പായോട് ചേർന്ന് ഞങ്ങൾ ഈ സമയത്ത് ഐക്യമത്യപ്പെട്ട് ഏക ആത്മാവിൽ വചനത്തിൻ്റെ ശക്തിയെ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ജീവൻ ഓരോ വീടുകളിലേക്ക് വ്യാപരിക്കട്ടെ. കൃപയുടെ നീർച്ചാലുകൾ ഭവനങ്ങളിലേക്ക് ഒഴുകട്ടെ, പ്രചോദനമായി മാറട്ടെ. കർത്താവായ യേശുവേ, മഹത്വത്തിൻ്റെ ശക്തി ഭവനങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനം ജഡമായി തീരട്ടെ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന ദയ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ, കണ്ണുനീർ മായ്ക്കുവാൻ കർത്താവു നിന്നോട് കൂടെയുണ്ട്. നിന്റെ ആശ്വാസദായകൻ കൂടെയുണ്ട്. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ, കണ്ണുനീർ
കർത്താവു നിൻ